Question number 10. In the third paragraph, what idea is emphasized by the phrase by no means the be all and end all? ഇപ്പൊ സാധാരണഗതിയിൽ മിക്കവാറും എല്ലാ സി പാർട്ടുകളിലും നമുക്ക് ഇങ്ങനെ ഒരു ഫ്രേസൽ വേർബ് കിട്ടാറുണ്ട്. അതിൽ ഇതുവരെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ബട്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് ഈ ഓരോ ഫ്രേസൽ വേർബിന്റെയും മീനിങ് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് നല്ലതായി. ഓക്കെ, അപ്പം ബൈ നോ മീൻസ് ദ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് എനിത്തിങ്, സംതിങ് ബിയോണ്ട് ദർ ഇസ് ദർ. അതായത് ഇതൊരു അവസാനമല്ല, അതിനപ്പുറത്തേക്ക് ശുഭമായതോ മോശമായോ എന്തോ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ആൻ എൻഡ്, സംതിങ് എൽസ് ഇസ് വെയിറ്റിംഗ്. ആ ഒരു മീനിങ് ആണ് ഇത്. അപ്പൊ അതിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ Mckerley and colleagues found that infusing adenosine into rats' basal forebrain impaired their performance on an attention test, similar to that seen in sleep-deprived humans. But adenosine levels are by no means be the all and end all of sleep deprivation's effects on the brain of the body. അതായത് മെക്കേർലിയും കൂട്ടാളിയും ഈ റാറ്റ്സിന്റെ ഫോർബ്രെയിനിലേക്ക് അഡിനോസിൻ കൊടുത്തപ്പെടുന്നതിന് അവർക്ക് അത് അഡിനോസിൻ ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷം അറ്റൻഷൻ ടെസ്റ്റിന് വിധേയമാക്കി. അപ്പം അതിനകത്ത് അവർക്ക് ശരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ അറ്റൻഷൻ ടെസ്റ്റ് പരാജയപ്പെടുന്നതായിട്ട് അവർ കണ്ടു. So similar to that seen in sleep-deprived human. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉറക്കം കുറവുള്ള, ഉറക്കാൻ ശരിക്കും സാധിക്കാത്ത മനുഷ്യരിലും ഈ പ്രവണത നമ്മൾ കാണാറുണ്ട്. അതായത് അവർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കാറുണ്ട്. ബട്ട് അഡിനോസിൻ ലെവൽസ് ആർ ബൈ നോ മീൻസ് ബി ഓൾ ആൻഡ് എൻഡ് ഓൾ. പക്ഷേ ഈ അഡിനോസിൻ എന്നാൽ അഡിനോസിൻ ലെവൽസ് എന്നുള്ളത് എല്ലാത്തിൻ്റെയും അവസാനമല്ല, അതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട്. സ്ലീപ്പ് ഡിപ്രിവേഷൻസ് ഇഫക്റ്റ് ഓൺ ദ ബ്രെയിൻ ഓർ ദ ബോഡി. അതായത് ഈ അഡിനോസിൻ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യും നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴത്തേനും. അതിനപ്പുറത്തേക്ക് ഇഫക്റ്റ് ഓൺ ദ ബ്രെയിൻ ഓർ ദ ബോഡി. ഈ ഉറങ്ങാതിരിക്കുമ്പം അഡിനോസിൻ ലെവൽ കൂടുക കുറയുക എന്നതിനപ്പുറത്തേക്ക് ശരീരത്തിനും നമ്മുടെ തലച്ചോറിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. ക്ലിയർ? നമുക്ക് ഓപ്ഷൻ എ വായിക്കാം. സ്ലീപ്പ് ഡിപ്രിവേഷൻ ഹാസ് കോൺസിക്വൻസ് ബിയോണ്ട് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ അഡിനോസിൻ ലെവൽ. ഈ അഡിനോസിൻ ലെവലിന്റെ ഇമ്പാക്റ്റിനേക്കാളും ഉപരിയായിട്ട് സ്ലീപ്പ് ഡിപ്രിവേഷന് എന്തുണ്ട്? ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് പരിണിത ഫലങ്ങളുണ്ട്. ശരിക്കും ആ പാരഗ്രാഫിൽ ലാസ്റ്റ് സെന്റൻസ് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു ക്വയറി ആയിട്ട് നിർത്തിയിട്ട് ബിയിലേക്ക് പോകാം. Adenosine levels are significant factors in situations other than sleep deprivation. ഉറങ്ങാതിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഉറക്കം അളയ്ക്കുന്നതല്ലാതെ മറ്റു സാഹചര്യങ്ങളിലും അഡിനോസിൻ ലെവൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ്, പ്രധാന ഘടകമാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ എങ്ങും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നോട്ട് ഗീവൺ, ബി നമ്മൾ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. The role of adenosine as a response to sleep deprivation is not yet full understood. അതായത് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഈ the role of adenosine as a response, അതായത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു പ്രതിപ്രവർത്തനം എന്ന നിലയ്ക്ക്, റെസ്പോൺസ് എന്ന നിലയ്ക്ക് അഡിനോസിന്റെ റോള് നമുക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് അറിയാം. ഉറങ്ങാതിരിക്കുമ്പോൾ അഡിനോസിൻ ലെവൽ കൂടുകയും ഉറങ്ങാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നോർമൽ ലെവലിലേക്ക് വരികയും ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് മാറ്ററാണ് സി ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ സിയും എലിമിനേറ്റ് ചെയ്യുന്നു, ബിയും സിയും എലിമിനേറ്റ് ചെയ്തു. ഇനി ഡി നോക്കാം. The importance of the link between sleep deprivation and adenosine should not be underestimated. അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണോ by no means be all and end all എന്ന് പറഞ്ഞേക്കുന്നത്? അല്ല, കാരണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ല. ഇതിനപ്പുറത്തേക്ക് ഒരു കോൺസിക്വൻസ് ഉണ്ട്, പരിണിത ഫലങ്ങളുണ്ട് എന്ന് പറയാനായതുകൊണ്ട് ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. Thank you.